ഇതാണ് റെഡ്മിയുടെ നോട്ട് 10 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. 2021 ഒരു ബഡ്ജറ്റ് റേഞ്ച് അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. ആക്ച്വലി അന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അതായത് ഇവൻ റിയൽമി 8 പ്രോ ഉണ്ടെങ്കിൽ പോലും ആളുകൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു റെഡ്മി നോട്ട് 10 പ്രോയാണ്. 20,000 റുപ്പീസിനകത്ത് അത്രയ്ക്ക് നല്ലൊരു സ്പെസിഫിക്കേഷൻ തന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. എന്നാൽ ഒരു UI കാരണം അല്ലെങ്കിൽ MIUI എന്ന് പറയുന്ന ഒരു UI കാരണം ഏറ്റവും കൂടുതൽ പേര് കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ച 90% ആളുകളുടെയും ഈ ഒരു സ്മാർട്ട് ഫോൺ ഡെഡ് ആയിട്ടുണ്ട്. ഐ തിങ്ക് MIUI 14 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സ്മാർട്ട് ഫോണും ഇത് മദർ ബോർഡ് ഡെഡായി പോയിട്ടുണ്ട്. ഈവൻ എൻ്റെ ഇരുന്ന ഈ ഒരു റെഡ്മി നോട്ട് 10 പ്രോയുടെയും മദർ ബോർഡ് ഡെഡ് ആയതാണ്. അറ്റ് ലാസ്റ്റ് ഒരുപാട് തരത്തിൽ ഇങ്ങനെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഡെഡ് ആയതുകൊണ്ട് തന്നെ കമ്പനി ഇതിന്റെ വാറന്റി 1 ഇയറിലോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മിയുടെ നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല നോട്ട് 10 പ്രോയ്ക്ക് ശേഷം അല്ലെങ്കിൽ 10 സീരീസിന് ശേഷം അത്രയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് റെഡ്മിക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് ശേഷം ഇറങ്ങിയ 11ഉം 12ഉം ഒന്നും അത്രയ്ക്ക് പോരാ. ലൈക്ക് ഒരു അപ്ഗ്രേഡ് ഇല്ല വലുതായിട്ട് അതിൻ്റെ അകത്ത്. ആകെ കൂടി എനിക്കിപ്പോൾ കാണാൻ പറ്റിയത് 13 പ്രോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. സോ ആ ഒരു ലെവലിൽ നിന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. ഏതൊരാളായിരുന്നാലും 20,000 റുപ്പീസിന് സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് ഈ ഒരു നോട്ട് 10 പ്രോ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾ എല്ലാവരും പെട്ടെന്ന് നോക്കി അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഡിസൈൻ ആണ്. വളരെ മിനിമലായിട്ടും എന്നാൽ നല്ല പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് ബാക്കോട് കൂടി വന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ആ ഒരു ഡിസൈനിങ്ങിന്റെ കാര്യത്തിലായിരുന്നാലും ഒരു ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഇപ്പോൾ റിയൽമി 8 പ്രോ വെച്ച് കമ്പയർ ചെയ്താലും ഇതിന്റെ ഡിസൈനാണ് കുറച്ചുകൂടി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രീമിയം ഫീൽ നമുക്ക് തോന്നിപ്പിക്കുന്നത്. ആൻഡ് ഇനി ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. 6.67 ഇഞ്ചിന്റെ AMOLED 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരുന്നു ആ ഒരു കാലത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ 20,000 റുപ്പീസിനകത്ത് ഒരു സ്മാർട്ട് ഫോണിലും ഇല്ലായിരുന്നു ഈ പറയുന്ന AMOLED ഡിസ്പ്ലേ പ്ലസ് ഈ ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു 120 ഹെർട്സ് എന്ന് പറയുന്ന കാര്യമാണ് എല്ലാവരെയും പെട്ടെന്ന് ഞെട്ടിച്ച് കളഞ്ഞത്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു 20,000 റുപ്പീസിനകത്ത് ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിൽ 120 ഹെർട്സ് പ്ലസ് ഈ ഒരു AMOLED ഡിസ്പ്ലേ കൊണ്ടുവരുന്നത്. അന്ന് ഒരു സ്മാർട്ട് ഫോണിൽ പോലും ഈ പറയുന്ന ഈ ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല ഇതിന്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ചിന്നും നോച്ചും ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു പഞ്ച് ഹോളാണ് നമ്മൾ ഇതിന്റെ ക്യാമറ കട്ടൗട്ട് എന്ന് പറയുന്നത് ഒരു സെന്റർ ആയിട്ട് വരുന്ന ഒരു പഞ്ച് ഹോളാണ്. ഈവൻ ചിന്ന് നോക്കിയാൽ പോലും അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ സ്മാർട്ട് ഫോണിന്റെയൊക്കെ ആ ഒരു രീതി വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ചെറുതാണ്. സോ ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല, കിഡിലൻ ഡിസ്പ്ലേ ആണ്. ഈവൻ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഇപ്പോൾ വെയിലത്തോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയാലും എനിക്ക് സ്റ്റിൽ അത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു ബ്രൈറ്റ്നസ്സും കയറുന്നുണ്ട്. ആൻഡ് ഇനി ഇതിൻ്റെ UI എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഞാൻ അപ്ഡേറ്റിന് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, ഈ റിപ്പയറിന് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ആ ഒരു റിപ്പയറിന് ശേഷം ഇവർ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത റിപ്പയറിന് ശേഷം അവർ ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ഒന്നും ഇനി വരാത്ത രീതിയിൽ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കറന്റ് ഓടുന്നത് MIUI 13 ആണ്. സോ അങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു അപ്ഡേറ്റ് പോലും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അത് എന്തായാലും വരത്തുമില്ല, എന്തായാലും ഇനി അങ്ങോട്ട് വരത്തുമില്ല. ബിക്കോസ് അതാണ് പ്രശ്നം. ആ ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആ ഒരു MIUI 14 വന്നു കഴിഞ്ഞാൽ ഫോൺ അടിച്ചു പോകും. ആൻഡ് അതിന് മുമ്പുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതായത് ഫോൺ നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഫോൺ ഓഫായി പോകും. ഫോണിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഫ്രീസ് ആയിട്ട് ഇരിക്കും. കോൾ ചെയ്യുന്ന സമയത്തുള്ള ലാഗ് അല്ലെങ്കിൽ ഒരു ബഗ്, ഇതെല്ലാം ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു UI കാരണം ഏറ്റവും കൂടുതൽ പേര് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. ഇതിന്റെ UI കൂടി ഒന്ന് ബെറ്റർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നെക്സ്റ്റ് ലെവൽ തന്നെയായിരുന്നേനെ. സോ ഒരു UI എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വെറുക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോവാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തിന് മുമ്പ് വരെ എൻ്റെ പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോട്ട് 10 പ്രോ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്,
വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, അതായത് കംപ്ലീറ്റ്ലി ഞാൻ ഗെയിം കളിക്കുന്നത് എല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു. ഒബ്വിയസ്ലി ലാഗ് കാണും, കാരണം ഇത്രയും വലിയൊരു ഹൈ ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ലാഗ് കാണും. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഞാൻ ഇതിൻ്റെ അകത്ത് പബ്ജി കളിച്ച സമയത്ത് TDMൽ ഇറങ്ങിയ സമയത്ത് ഒരു ഇഷ്യൂ ഇല്ല. TDMൽ നമുക്ക് ഈസിലി നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു 40 FPS ഉള്ളൂ, എങ്കിൽ പോലും നമുക്കത് ഈസിലി അത് പ്ലേയബിൾ ആണ്. ലൈക്ക് നിന്ന് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. TDM ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ക്ലാസിക് മാച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല ലാഗായിരിക്കും. ഒബ്വിയസ്ലി ആ ഒരു ഈവെന്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലാഗ് തന്നെയായിരിക്കും. എന്നാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ആസ്വൽട്ട് 9 ഇതിൻ്റെ അകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കി. ഈവൻ അറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഇട്ടിട്ട് പോലും നല്ല രീതിക്കുള്ള ഒരു ഗെയിം പ്ലേ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ തന്നെ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ആസ്വൽട്ട് 9 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 4 GB അടുപ്പിച്ചുള്ള ഒരു സൈസുള്ള ഒരു ഗെയിമാണ്. അതിൽ പോലും എനിക്ക് വലിയ തരത്തിലുള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ചിപ്സെറ്റ് ആണ്. അതായത് സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിനെ പവർ ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും കൂടുതൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സ് വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോഴും ഡെയിലി ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു ഇഷ്യൂസും ഇല്ല. ലൈക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈസി ആയിട്ട് തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ വാട്സപ്പോ എന്തോ ആയിക്കോട്ടെ, ഈസിലി അത് ഹാൻഡിൽ ചെയ്യും. എപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലോങ് ടൈമിലൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ബിക്കോസ് ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. നല്ല രീതിക്ക് തന്നെ അത് പെർഫോമൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സേഴ്സ് ആണ് നല്ലതെന്ന് പറയുന്നത്. ആൻഡ് ഇനി ക്യാമറ, ഈ ഒരു കാര്യത്തിലും കൂടിയാണ് റെഡ്മി നോട്ട് 10 Pro ഒരുപാട് തരത്തിൽ മുന്നിട്ട് നിന്നത്. ബിക്കോസ് കിഡിലം ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കിഡിലം ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. ആസ് എ ക്യാമറ ഡിവൈസ് എന്ന് പോലും ആളുകൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോൺ കൂടിയാണ്. സ്പെസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് 64 MP ഒരു പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ 8 MP അൾട്രാ വൈഡ് 5 MP ടെലി മാക്രോ ലെൻസും ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ ഒരു 2 MP ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ആ ഒരു 64 MP ക്യാമറ എന്ന് പറയുന്നത് വെൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. സ്റ്റിൽ അത് യൂസബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ കുറച്ച് സാമ്പിൾസ് ഒക്കെ കൊടുത്തിരിക്കാം. ഇതിന്റെ പ്രൈമറി ക്യാമറ വെച്ച് അല്ലെങ്കിൽ 64 MP ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ പ്രോ മോഡ് ഇട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ആ ഒരു ടൈമിലും കൂടി ആയിരുന്ന സമയത്ത് ഇതിന്റെ ക്യാമറ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെയായിരുന്നു. ഭയങ്കര ഡീറ്റെയിൽസും ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോസ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോൺ ക്യാപ്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ്, എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു പ്രോ മോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലെ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് അത് എഡിറ്റും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഫോട്ടോ ആയിട്ട് തന്നെ മാറും. ആൻഡ് ഇതിൻ്റെ അകത്ത് അടുത്ത് ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു 5 MP മാക്രോ ലെൻസ് ആണ്. സ്റ്റിൽ ഇപ്പോഴും ഏതൊരു സ്മാർട്ട് ഫോൺ വെച്ച്, പ്രീമിയം സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ഏതൊരു സ്മാർട്ട് ഫോൺ വെച്ച് കമ്പയർ ചെയ്താലും ഇതിൻ്റെ മാക്രോ ലെൻസ് എന്നോ അല്ലെങ്കിൽ മാക്രോ ക്യാമറ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയും എത്രത്തോളം ഡീറ്റെയിൽസും അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന്. ഒരു സ്മാർട്ട് ഫോണിലും ഇത്രയും നല്ലൊരു മാക്രോ ക്യാമറ ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഇതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള 11 Pro ആയിക്കോട്ടെ, 12 Pro ആയിക്കോട്ടെ, ഈവൻ 13 Pro ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തെല്ലാം 2 MP ഒരു മാക്രോ ക്യാമറയാണ്. വേറെ ലെവൽ ഫോട്ടോസ് ആണ്. ഫോട്ടോസ് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു മാക്രോ മോഡിൽ തന്നെ ഇട്ട് നമുക്ക് അതിനെ വീഡിയോസും എടുക്കാനായിട്ട് പറ്റും. സോ ഒരു മാക്രോ ക്യാമറ എന്ന ലെവലിൽ നോക്കുന്ന സമയത്തും ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഇനി വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എൻ്റെ ചാനലിലുള്ള ഈ ഒരു റിയൽമി GT6 വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തു നിന്നാണ്. പ്രോ മോഡിൽ ഇതിൻ്റെ അകത്ത് 4K 30 FPS ഇട്ടതിന് ശേഷം ലോഗ് മോഡൊക്കെ ഇട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര കിടിലം വീഡിയോ പെർഫോമൻസ് തന്നെയായിരുന്നു സ്റ്റിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇനി സെൽഫി ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു 60 MP ഒരു സെൽഫി ക്യാമറയാണ്. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോസ് തന്നെയായിരുന്നു. നല്ല രീതിക്കുള്ള ഒരു ക്വാളിറ്റിയും നല്ല രീതിക്കുള്ള ഒരു ഡീറ്റെയിൽസും ആ ഒരു സെൽഫി ക്യാമറയും ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ സെൽഫി ക്യാമറയുടെ വീഡിയോ പെർഫോമൻസിൽ പോലും നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1080p 30 FPS നമുക്ക് അത്യാവശ്യം ചെറിയൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു ക്യാമറ പാക്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു റെഡ്മി നോട്ട് 10 Pro എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറയുന്നത് ഒരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് ആണ്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത്. കാരണം ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ളത് കൊണ്ടെന്നല്ല, എനിക്ക് ഏതൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് കിട്ടിയാലും അതാണ് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കരമായിട്ട് എന്നെ ഹൈലൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 3.5 mm ജാക്ക് ഉണ്ട്. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ തന്നെയായിരുന്നു. ബാറ്ററി നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 33 വാൾട്ടിൻ്റെ ചാർജിങ്ങും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു കിടിലം ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു ആ ഒരു ടൈമിൽ എന്ന് പറയുന്ന സമയത്ത് വേറൊരു സ്മാർട്ട് ഫോണും ഇല്ല ഇതിൻ്റെ ഈ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ശേഷമാണ് ആ എല്ലാ കമ്പനീസും ഈ പറയുന്ന AMOLEDും അതുപോലെ തന്നെ 120Hz ഒക്കെ ആ ഒരു മിഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. സോ എന്താ പറയുക, ഇപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ 2021 സ്മാർട്ട് ഫോൺസിൻ്റെ ആ ഒരു സ്ട്രക്ചറെ മാറ്റി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോട്ട് 10 Pro എന്ന് പറയുന്നത്. സോ സ്റ്റിൽ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ പണി തന്നിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പോലും എനിക്ക് ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.